നമസ്കാരം. മൈൻഡ് വൈബ് എന്ന എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് മനസ്സിൻ്റെ അപാര ശക്തിയെക്കുറിച്ചാണ്. മനസ്സിൻ്റെ അപാര ശക്തി എന്നത് നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന നമ്മൾ കാണാത്ത വലിയ കഴിവുകളെക്കുറിച്ചാണ്. ഇന്ന് മനുഷ്യൻ മനസ്സിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് പല രീതിയിൽ പഠിച്ച് അതിനെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അതാണ് മനഃശാസ്ത്രം. ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ട്ലെസ് കപ്പാസിറ്റി ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് കണ്ടെടുക്കുകയും അതിനെ എങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ മനഃശാസ്ത്രത്തിൽ കൂടി പഠിക്കുന്നത്. ഒരാൾ ചിന്തിക്കുന്നത് പോലെ ആണ് അയാളായിത്തീരുന്നത്. മനസ്സെന്ന മാന്ത്രികനാണ് ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കഥ അതേക്കുറിച്ച് പറയാം. ഒരു ഗ്രാമത്തിൽ ഒരച്ഛനും മകനും ജീവിച്ചിരുന്നു. അച്ഛൻ മകനെ കരുതുകയും സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ അച്ഛനും മകനും മകൻ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ രണ്ടുപേരും സന്തോഷമായി ജീവിച്ചു. ഒരു ദിവസം ഈ അച്ഛന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കൂടെയുള്ളവർ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ മകനോട് പറഞ്ഞു, നിൻ്റെ അച്ഛൻ ഇനിയും ജീവിക്കണമെങ്കിൽ മിറക്കിൾ വേണമെന്ന്. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആകെ വേദനിച്ചു. എൻ്റെ അച്ഛന് വേണ്ടി മിറക്കിൾ ഞാൻ വാങ്ങിക്കുമെന്ന്. അപ്പോൾ ഉള്ള പൈസയൊക്കെ എടുത്ത് കയ്യിൽ സ്വരൂപിച്ചുകൊണ്ട് ഓരോ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുമ്പിലും ചെന്ന് ചോദിച്ചു, ഇവിടെ മിറക്കിൾ എന്ന മരുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇവിടെയെങ്ങും ഇല്ല കുട്ടി. ചിലരവനെ ആട്ടി ഓടിച്ചു, ചിലരവനെ നോക്കി കളിയാക്കി. പക്ഷെ അവൻ മാറിപ്പോയില്ല. അവൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി. അങ്ങനെ പോയപ്പോഴാണ് ഒരു മഴ പെയ്തു. കോരിത്തരിച്ച് മഴയിൽ അവനാകെ തണുത്ത് വിറച്ച് ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി ചെന്നു. ആ ബിൽഡിങ് ഒരു ആശുപത്രിയായിരുന്നു. ആ ആശുപത്രി റിസപ്ഷനിലാണ് അവർ നിന്നിരുന്നത്. അവിടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഹോസ്പിറ്റലാണല്ലോ. അപ്പോഴാണ് ഒരു ഡോക്ടർ ഇങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടത്. അവൻ ചോദിച്ചു, ഡോക്ടർ സാറിന് മിറക്കിൾ എന്ന മരുന്നിനെക്കുറിച്ച് അറിയാമോ എന്ന്. ആ ഡോക്ടർ അവനോട് ചോദിച്ചു, എന്താ കുട്ടി നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അപ്പോഴാണ് അവൻ പറഞ്ഞു, എൻ്റെ അച്ഛന് ഹൃദയത്തിൽ എന്തോ കുഴപ്പമുണ്ട്, മിറക്കിൾ വേണമെന്ന് എല്ലാവരും പറഞ്ഞു. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ ഇങ്ങനെ തിരക്കി നടക്കുന്നതെന്ന്. അപ്പോൾ ആ വലിയ മനുഷ്യൻ ഈ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ ഭവനത്തിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ അസുഖം എന്താണെന്ന് ആ ഡോക്ടർക്ക് മനസ്സിലാക്കി. ആ ഡോക്ടർ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വലിയ സർജനായിരുന്നു. അദ്ദേഹം സർജറി ചെയ്ത് ആ കുഞ്ഞിൻ്റെ അച്ഛന് സുഖം കൊടുത്തു. ആ പാവപ്പെട്ട കുഞ്ഞിനെക്കുറിച്ച് ഒന്ന് ഓർത്തേ. അവനൊരു മിറക്കിളിന് വേണ്ടി ആഗ്രഹിച്ചു, അതിനു വേണ്ടി അവൻ പ്രവർത്തിച്ചു. അപ്പോൾ എന്താണ്, ദൈവം അവന് അനുകൂലമായി പ്രവർത്തിച്ചു. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നിഷ്കളങ്കമായ മനസ്സോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്കത് ലഭിച്ചിരിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക. വേറൊരു വീഡിയോയുമായി വരുന്ന ദിവസം കാണാം. ബൈ.